ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടിക്കുളത്തെ പെഗ്മാർക്ക് ജംഗിൾ റിസോർട്ടിലാണുള്ളത്. ഇത് കംപ്ലീറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പെഗ്മാർക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്കുള്ള വഴിയാണിത്. ഇത് നമ്മൾ കുറുവാദ്വീപിലേക്കുള്ള ആ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ്, കാട്ടിക്കുളത്ത് നിന്ന് കുറുവാദ്വീപിലേക്കുള്ള റോഡിൽ തിരിഞ്ഞിട്ടാണ് ഈ പെഗ്മാർക്ക് റിസോർട്ടിലേക്കുള്ള വഴിയുള്ളത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോയിട്ട് റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചകളും റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. ഓക്കെ, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഇവിടെയൊക്കെ കമ്പി വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇലക്ട്രിക് ലൈനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറി വരുമ്പോൾ നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഇനി നമുക്ക് ഓരോ വില്ലയും പരിചയപ്പെടാം. അതിന് മുന്നേ ഇതിൻ്റെ ഔട്ട്ഡോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നടന്ന് കണ്ടിട്ട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു മലയണ്ണാന കണ്ടു അല്ലേ, നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചാടി പോകുന്നൊരു മലയണ്ണാനെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ടയറൊക്കെ തൂക്കിയിട്ടിട്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഇങ്ങനെ സമയം ചിലവഴിക്കാനുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ഇതിനെങ്ങനെ കുറച്ച് മേലോട്ട് ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ ഉണ്ട്. നല്ല ഫോറസ്റ്റ് ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 6 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി പരന്ന് കിടക്കുന്നത്. കുറച്ച് ഏരിയയിൽ മാത്രമേ ഈ വില്ലാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഫോറസ്റ്റായിട്ട് കിടക്കുകയാണ്. പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിൽ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പെഗ്മാർക്ക് ജംഗിൾ റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട്. ബാച്ചിലേഴ്സിനും ഫാമിലിക്കൊക്കെ ഒരു പ്രൈവസി ഉള്ള നല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പെഗ്മാർക്ക് ജംഗിൾ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇതിൻ്റെ അപ്പുറത്തൊരു നല്ലൊരു വാച്ച് ടവർ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു സിപ്പ് ലൈനാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഏറുമാടം ഇവിടെ മേലെ കെട്ടിയിട്ടുണ്ട്. ഓ, നല്ല കയറ്റാ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നല്ല ഫീലായിരിക്കും, നല്ല രസമായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുക, അവിടെ പോയിട്ട് ലാൻഡിങ് ആണ്. അവിടെ വലിയൊരു മരം ഉണ്ട്, ആ മരത്തിൻ്റെ അവിടെ പോയിട്ട് ലാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ജോളിയാക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളിതിൻ്റെ ബാക്കിലൊരു കുളമുണ്ട് കേട്ടോ, അതിലൊരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. സുനോട്ട് അത് പിടിച്ച് തിന്നാൻ പറ്റുന്ന സൗകര്യം എന്തുണ്ടോ? ചൂണ്ടയിടാം അല്ല, വരുന്ന ഗസ്റ്റിനൊക്കെ ചൂണ്ടയിടാം. അപ്പോൾ ഇവിടെ ഈ കുളത്തിൽ വന്നു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിച്ചിട്ട് നമുക്ക് ലൈവായിട്ട് അൽഫാമൊക്കെ ആക്കാം. അപ്പോൾ അങ്ങനെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോവാം. ഇനി നമ്മൾ വാച്ച് ടവർ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ നിറയെ കാപ്പിത്തോട്ടങ്ങളാണ്. നമുക്കൊരു ദിവസം ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്ന കുറേ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറയുന്നത് കുറുവാദ്വീപ്, അതുപോലെ തന്നെ തിരുനെല്ലി ടെമ്പിള്, പിന്നെ ബ്രഹ്മഗിരി ട്രക്കിങ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന സംഗതികളാണ്. കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസിൽ വരുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ് കുറുവാദ്വീപ് അതിനടുത്ത് തന്നെയാണ്. പിന്നെ ബ്രഹ്മഗിരി ഒരു 10-15 കിലോമീറ്റർ, തിരുനെല്ലി ഫോറസ്റ്റിലൂടെയുള്ള സഫാരി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കൊട്ടവഞ്ചിയിലുള്ള യാത്ര ഉണ്ട് കബനിയിൽ. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ പെഗ്മാർക്ക് ജംഗിൾ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ടവർ. നമ്മൾ വാച്ച് ടവറിൻ്റെ മേലെ കയറുകയാണ് കേട്ടോ. 2 മരങ്ങൾക്കിടയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വെണ്ടേക്ക് എന്ന് പറഞ്ഞ മരത്തിലാണിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സ്റ്റീലാണല്ലേ, ബാക്കിയൊക്കെ സ്റ്റീലിൽ സെറ്റ് ചെയ്തതാണ്. അല്ല, ആട്ടം കേട്ടോ, ഷേവൊക്കെ കയറിക്കോളൂ. അപ്പോൾ അതേ വാച്ച് ടവറിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഒരു സൈഡിൽ കംപ്ലീറ്റ് ഫോറസ്റ്റ്, മറ്റൊരു സൈഡിൽ കംപ്ലീറ്റ് കാപ്പിത്തോട്ടം. ഇവിടെ ഇങ്ങനെ ആനകളും മറ്റു മൃഗങ്ങളൊക്കെ കയറി വരാതിരിക്കാനുള്ള കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരു കിടങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് വരുന്ന ആനകളെയും മറ്റു മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് തോൽപ്പെട്ടി റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണിതൊക്കെ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അൺലക്കി തന്നെ പറയാം, ഒന്നും തന്നെ കാണുന്നില്ല. ചിലപ്പോൾ രാവിലെ ഒക്കെ ആയിരിക്കും അല്ലേ ഉണ്ടാവുക.
രാവിലെയൊക്കെ നമുക്ക് നല്ല ഒരു മോർണിംഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കോട മൂടി കിടക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു മലയണ്ണാനെ കണ്ടു. ഏതായിരുന്നാലും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 6 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഈ പെഗ്മാർക്ക് ജംഗിൾ റിസോർട്ട് കുറച്ച് ഏരിയയിൽ മാത്രമേ വില്ലാസ് ഒരുക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതങ്ങനെ തന്നെ ഫോറസ്റ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തിരുനെല്ലി റോഡിൽ ഇങ്ങനെ കാട്ടിക്കുളം ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് ഈ റിസോർട്ടിലേക്ക് ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പക്ഷികൾ അങ്ങനെയൊക്കെ ഉദ്ദേശം വെച്ച് വരുന്ന ആൾക്കാർക്ക് പക്ഷി നിരീക്ഷണം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ കൂടെ ഈ റിസോർട്ടിൻ്റെ 7 വർഷമായിട്ട് ഇത് നോക്കി നടത്തുന്ന ഷിനോജേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഗൈഡും കൂടിയാണ്. അപ്പോൾ ഷിനോജേട്ടാ, നിങ്ങൾ ഈ ജംഗിൾ റിസോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വരുന്ന ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 സൈഡ് ഫോറസ്റ്റായിൽ ചുറ്റപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ മിക്കവാറൊക്കെ ഇതിൽ തന്നെ നടക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ഈവനിങ് ടൈമിൽ സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ ഒന്ന് തിരുനെല്ലി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരികയാണെങ്കിൽ ബാവലി റൂട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരിക, റൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും. അങ്ങനെ ആനിമൽ സൈറ്റിംഗ് ആണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ബേഡ്സുകൾ വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇടയ്ക്ക് ബേഡ്സ് വാച്ചിങ്ങിനുള്ള ആൾക്കാർ വരാറുണ്ട്. ഏകദേശം ഫോട്ടോഗ്രാഫേഴ്സ് ഏകദേശം 30 വെറൈറ്റി ബേഡ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വരും. പിന്നെ സാധാ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് തൊട്ടടുത്ത് കുർവാ ദ്വീപുണ്ട് 3 കിലോമീറ്റർ, തിരുനെല്ലി 15 കിലോമീറ്റർ, ബ്രഹ്മഗിരി ട്രെക്കിങ്, പിന്നെ ഇരുപ്പ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട് കൊടക്. അത് ഇവിടുന്ന് അധികം ദൂരമില്ല, ഒരു 18 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പാക്കേജ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ പാക്കേജ് വേണമെങ്കിൽ പാക്കേജ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ റൂം മാത്രം കൊടുത്തിട്ട് അതിനുള്ള ഗൈഡ് നമ്മൾ സ്ഥലവും കാര്യങ്ങളും വഴിയൊക്കെ ഗൈഡൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ പിന്നെ നാഗർകോള വൈൽഡ് ലൈഫ് സാങ്ച്വറി അടുത്താണ്, തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ 2 സഫാരി സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ഗസ്റ്റിനെ വിടും. പിന്നെ നമ്മുടേതായിട്ട് പറയാനായിട്ട് കബനിയിൽ നമ്മളൊരു കൊട്ടവഞ്ചിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിങ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് വെറും റിസോർട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു യാത്രയും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും ആർക്കായാലും ഒരു നഷ്ടം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്, അതായിരുന്നു വന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പെഗ്മാർക്ക് റിസോർട്ടിലെ വില്ലകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വില്ലകൾ 6 വില്ലാസാണ്, വ്യത്യസ്ത പേരുകൾ നൽകിയിട്ടുള്ള 6 വില്ലാസാണ് ഇവിടെ ഉള്ളത്. ഇനി ഇങ്ങോട്ട് നോക്കട്ടോ, ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു കൂണ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇരിപ്പിടുണ്ട്. രാത്രി ഇവിടെ ബൾബൊക്കെ ഇട്ടിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ബൾബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഈ ഒരു ആംബിയൻസ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് മഞ്ഞൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഒരു കൂണ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇരിപ്പിടം. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വില്ല ഉണ്ട്. ഈ വില്ല കേദർ ക്യാമ്പ് എന്ന് പറയണ ഒരു വില്ലയാണ്. എല്ലാ വില്ലാസും വുഡിലാണ് ചെയ്തിട്ടുള്ളത്, സിമെൻറ്റിലോ മറ്റു കയറ്റുന്നതില്ല. എല്ലാത്തിൻ്റെയും വാളും മറ്റു കാര്യങ്ങളൊക്കെ വുഡാണ്. അതുകൊണ്ട് ഏത് ചൂടുകാലമായി കഴിഞ്ഞാലും ഏത് കാലാവസ്ഥയാണ് നമുക്ക് നല്ല ഒരു തണുപ്പ് കിട്ടും. ഈ ഒരു മരങ്ങളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ കയറി നോക്കാൻ പോകുന്ന വില്ല മുകളിലാണ്. ഇന്നലെ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് മറ്റുള്ള വില്ലകളൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നേരെയുള്ള വില്ലയാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് ഒരു ട്രഡീഷണൽ ലുക്കിൽ ചെയ്തിട്ടുള്ള വില്ലയാണ്. കംപ്ലീറ്റ് ഇതിൻ്റെ വാളൊക്കെ വുഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ജനലിൻ്റെ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഈ ഈറച്ചെടിൻ്റെ ഒരു കമ്പൗണ്ടാണ് ഇതിൻ്റെ ജനലിൻ്റെ സംഗതികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കേഡർ സ്യൂട്ട് എന്നാണ് ഈ വില്ലൻ്റെ പേര്. ഈ ഒരു ബാൽക്കണി സെറ്റപ്പ് ഒക്കെ നല്ല വുഡ് ഫിനിഷിൽ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാവ്, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ ഒരു റിസോർട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഫയർ പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിൽ തന്നെ തണുപ്പുള്ള സമയത്തൊക്കെ തീ കായാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ചുമരൊക്കെ ഒരു മഡ് സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. സിമെൻ്റ് ആണെങ്കിൽ പോലും ഇതൊക്കെ ഒരു മഡ് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സൈഡാണെങ്കിൽ വുഡാണ്. പിന്നെ ഈ കട്ടിലിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ,
നല്ല ക്യൂട്ട് ഡിസൈൻ അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ സംഭവം. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഒരു നല്ല അത്യാവശ്യം സൗകര്യമുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. പാസേജ് നല്ല എല്ലാം ഒരു വുഡ് ആൻഡ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാ നമ്മൾ ഈ രണ്ടാമത്തെ ഈ വില്ലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ നമുക്ക് ഒരു ചുമരിൽ ഒരു വയനാടിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു തരത്തിലുള്ള ഒരു കോൺക്രീറ്റ് സിമെൻറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ശില്പവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ലൊരു റൂമിൽ നമ്മളിങ്ങനെ ബെഡിൽ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ വയനാടൻ സംസ്കാരം നമുക്ക് മനസ്സിലിങ്ങനെ വരും. പിന്നെ ഇതാ ഇവിടെ ഒരു ഫയർ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റൂമിലും ഇതേപോലെ ഒരു ഫയർ പ്ലേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കട്ടിൽ നേരത്തെ കണ്ട നമ്മുടെ മറ്റേ വില്ലയിൽ കണ്ട ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയിട്ടുള്ള വേറെ സ്റ്റൈലിലാണ് ഈ ഒരു കട്ടിലിൻ്റെ ബെഡിൻ്റെ ഡിസൈൻ കേട്ടോ. ഇനി നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിലേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ വില്ല ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഇതവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ഈ ഒരു ചുറ്റുപാടിലുള്ള ഒരു ടെൻറ്റ് സ്റ്റേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെൻറ്റ് സ്റ്റേ. എത്ര പേർക്ക് ടെൻറ്റിൽ നിൽക്കാം? 6 പേർക്ക് ടെൻറ്റിൽ താമസിക്കാം. ഒരേ സമയത്ത് 6 പേർക്ക് ഇതിൽ നിൽക്കാവുന്നതാണ്. ഇതിനുള്ളിൽ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോറസ്റ്റിനോട് ചേർന്നിട്ട് ടെൻറ്റ് സ്റ്റേ പൊളിയായിരിക്കും കേട്ടോ. കാരണം രാത്രി ഇതിൻ്റെ അപ്പുറത്തതാ, ഇതിന് നേരെ കാണുന്ന ഫോറസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് വരെ ആന വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ കമ്പി കെട്ടിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇവിടെ കിടക്കട്ടോ, പേടിക്കൊന്നും വേണ്ട. ഏതായിരുന്നാലും ആ ഒരു ആനൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പേടിക്കുന്ന ആൾക്കാർക്ക് പേടിക്കാം, അല്ലാത്തവർക്ക് പേടിക്കാതൊക്കെ രസമായിട്ട് ഇങ്ങനെ ആ ടെൻറ്റിൽ കിടന്നുറങ്ങാം. അപ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി ഫീലായിരിക്കും കേട്ടോ സംഭവം. അപ്പോൾ ഈ ടെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ കുളിക്കാനും മറ്റു ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഷവർ പിന്നെ ടോയ്ലറ്റ് 2 സൗകര്യങ്ങളുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെ. ഇതിങ്ങനെ വിശാലം. ഇനിയിപ്പോൾ ഓപ്പൺ ബാത്ത് ആയിട്ടാണെങ്കിൽ ഇവിടെ അതും ചെയ്യാം അല്ലേ. ഇവിടെ ക്യാമ്പ് ഫയർ മറ്റു കാര്യങ്ങളൊക്കെ ഈ ടെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ക്യാമ്പ് ഫയർ മറ്റു സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഈ കൈ അകലത്തിൽ കിടക്കുന്നത് ഫോറസ്റ്റാണ്. ഇതിൻ്റെ തൊട്ടാണ് ഈ ടെൻറ്റ് വഴി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഗ്മാർക്ക് ജംഗിൾ റിസോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ വിശേഷങ്ങളൊക്കെ റൂമിൻ്റെ വില്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പഗ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയുടെ കാൽപാദങ്ങൾ എന്നാണ് അർത്ഥം. കടുവ, ആന, മറ്റുള്ള മൃഗങ്ങളൊക്കെ വരുന്ന ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ചെറിയ താവളം കിടക്കുന്നത്. ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. മറ്റൊരു കിഡ്ലൻ യാത്രാ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു.